നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് എത്തുന്നു. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന യദു ഓടിച്ചിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിനടുത്ത് വെച്ച് മേയറും മേയറുടെ ഭർത്താവായ ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവും കൂടി റോഡിന് കുറുകെ മേയർ സഞ്ചരിച്ചിരുന്ന വാഹനം കൊണ്ടുവന്നിട്ട് സീബ്ര ലൈനിൽ വച്ച് ബസ് തടയുകയും യദുവിനെ പുലഭ്യം പറയുകയും മേയറുടെ ഭർത്താവായ MLA സച്ചിൻ ദേവ് MLA വണ്ടിയിലേക്ക് കയറുകയും ദീർഘദൂരം യാത്ര ചെയ്തു വന്നിരുന്ന ബസ്സിലെ യാത്രക്കാരെയെല്ലാം ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും KSRTC ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കുകയും എല്ലാം ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കുറ്റകൃത്യത്തിൽ മേയറുടെ മറ്റ് വലിയൊരു ഗുരുതരമായ പിഴവ് കൂടി കണ്ടെത്തിയിരിക്കുന്നു. അതീവ ഗുരുതരമായ ഈ പിഴവിന് MVDയും പോലീസും മറ്റുള്ള നിയമ സംവിധാനങ്ങളും കണ്ണടച്ച് കൂട്ടുനിന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ അന്നേ ദിവസം, അതായത് കേസിന് ആസ്പദമായി പറയപ്പെടുന്ന ദിവസമായ ഏപ്രിൽ 27-ാം തീയതി മേയർ ആര്യയും സച്ചിൻ ദേവ് MLAയും മറ്റ് 5 പേരും സഞ്ചരിച്ചിരുന്ന KL 01 CU 5563 എന്ന കാറായിരുന്നു KSRTC ബസ്സിന് കുറുകെയിട്ട് അവർ ആ വണ്ടി തടഞ്ഞത്. ഇതേ ചൊല്ലി നിരവധി വിവാദങ്ങളാണ് കേരളത്തിൽ അന്നു മുതൽ ഇന്നോളം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. സംഭവ സമയം അതേ സമയത്ത് തന്നെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് മേയർ പോലീസിന് വിളിച്ചു വരുത്തുകയും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്തിയ പോലീസുകാർ യദുവിനെ ആ സമയത്ത് തന്നെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്തു. പിന്നീട് KSRTC ബസ് തമ്പാനൂരിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ യദു മേയർക്കെതിരെ കൊടുത്തിരുന്ന പരാതിയിന്മേൽ ഇപ്പോഴും കാര്യമായ രീതിയിൽ ഒരു നടപടിയും പോലീസ് കൈക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയല്ല, മനുഷ്യാവകാശ കമ്മീഷനും തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും ഇടപെട്ട് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്നും ഇവർക്കെതിരെ FIR ഇട്ട് അന്വേഷണം നടത്തണം എന്ന് കോടതി പോലും ആവശ്യപ്പെട്ടിട്ട് പോലീസുകാർ ഇത്തരത്തിൽ ഒരു നടപടിക്രമങ്ങളുമായി ഇതുവരെയും മുന്നോട്ട് പോയിട്ടില്ല. പോലീസ് ഇവർക്കെതിരെ ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം യദുവിനെതിരെ മേയർ കൊടുത്ത കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ രഹസ്യ മൊഴി കൊടുക്കുവാൻ വേണ്ടി എത്തിയിരുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ആകെ കൂടി ഉണ്ടായ ഒരു മാറ്റം. എന്നാൽ യദുവിനെ പലവട്ടം പല കേസുകളിലായി ചോദ്യം ചെയ്യുന്നു എന്നുള്ള വ്യാജേന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി യദു നിന്നിരുന്ന സ്ഥലത്ത്, അതായത് ചായക്കടയിലായാലും അല്ലെങ്കിൽ പെട്രോൾ പമ്പിനായാലും മറ്റ് വേറെ എവിടെ ആയിരുന്നാലും ശരി, യദുവിനെ കൈയോടുകൂടി പോലീസ് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ജനം പിന്നീട് കണ്ടത്. ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മട്ടിൽ വളരെ നിർബന്ധപൂർവം താൻ തൻ്റെ വണ്ടിയിൽ പോലീസ് സ്റ്റേഷനിൽ വരാം എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കാതെ യദുവിനെ നിർബന്ധപൂർവ്വം വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന പോലീസിനെയാണ് പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് കേരളം കണ്ടത്. എന്നാൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. യദു കൊടുത്ത കേസ് ഇപ്പോഴും ആ നിലയിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ ഇതിനിടയിലാണ് 2024 ഏപ്രിൽ 27-ാം തീയതി നടന്ന ഈ സംഭവത്തിൽ അന്ന് മേയറും സച്ചിൻ ദേവ് MLAയും മറ്റ് 5 പേരും സഞ്ചരിച്ചിരുന്ന KL 01 CU 5563 എന്ന വാഹനത്തിന് പൊല്യൂഷൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. ആരാണോ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നത്, ആരാണോ മാതൃകാപരമായി ജനങ്ങൾക്ക് മുന്നിൽ പെരുമാറേണ്ടത്, അവർ തന്നെ നിയമം ലംഘിച്ചിരിക്കുന്നു. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ വേലി തന്നെ വിളവ് തിന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ആശാന് അടുപ്പിലും ആകാമല്ലോ എന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന വിധത്തിലായിരുന്നു മേയറുടെ ഈ നിയമരാഹിത്യങ്ങളെല്ലാം. 10/2/24 പൊല്യൂഷൻ ഫിറ്റ്നസ് കാലാവധി മേയറുടെ വണ്ടിക്ക് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. KL 01 CU 5563 എന്ന ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ പേരിലാണ്. മേയറുടെ അച്ഛനായ രാജേന്ദ്രന്റെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ 10/2/24 പൊല്യൂഷൻ ഫിറ്റ്നസിന്റെ കാലാവധി കഴിഞ്ഞ് ഈ വണ്ടി തിരുവനന്തപുരം നഗരഹൃദയത്തിലൂടെ 17 ദിവസമാണ് അനധികൃതമായി സർവീസ് നടത്തിയത്, തലങ്ങും വിലങ്ങും ഓടിയത്. പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ വാഹനം 17 ദിവസം നഗരത്തിലൂടെ ഓടിയിട്ടും MVDയുടെ ക്യാമറയിലോ AI ക്യാമറയിലോ പോലീസിന്റെ നിരീക്ഷണത്തിലോ ഇത് കണ്ടില്ല, പെട്ടില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. അഥവാ ഈ വിഭാഗങ്ങളെല്ലാവരും, മോട്ടോർ വാഹന വകുപ്പും പോലീസും ആര്യ രാജേന്ദ്രന് ഇക്കാര്യത്തിൽ തുണ നിന്നു, കൂട്ടുനിന്നു, ഒത്താശ ചെയ്തു എന്ന് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്.
സാധാരണക്കാർ ഏതെങ്കിലും വിധത്തിൽ പൊതുനിരത്തുകളിൽ എന്തെങ്കിലും ചെറിയ പിഴവുകൾ വരുത്തുകയാണെങ്കിൽ അവർക്കെതിരെ ഗുരുതരമായ നിയമ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയും ഭീമമായ പിഴ അടപ്പിക്കുകയും ചെയ്യുന്ന MVD ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണക്കാർ ചോദിക്കുന്നത്. പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അഥവാ പൊല്യൂഷൻ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞ ഈ വണ്ടി തിരുവനന്തപുരത്തിന്റെ നഗരഹൃദയത്തിലൂടെ 17 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് തിരുവനന്തപുരത്ത് നഗരഹൃദയത്തിൽ വിവിധ ഭാഗങ്ങളിൽ വച്ചിരുന്ന AI ക്യാമറകളിൽ എന്തുകൊണ്ടാണ് ഈ വിവരം പതിയാതിരുന്നത്? മോട്ടോർ വാഹന വകുപ്പ് തിരുവനന്തപുരം നഗരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ എന്തുകൊണ്ടാണ് ഈ മേയറുടെ വാഹനം പതിയാതിരുന്നത്? ഈ വിവരങ്ങൾ കൺട്രോൾ റൂമിൽ അറിയാതിരുന്നത്? പോലീസിന്റെ നിരീക്ഷണത്തിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് തരത്തിലുള്ള ജാഗ്രതയുമായാണ് ഇവർ പൊതുനിരത്തിൽ സേവനമനുഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഏതെങ്കിലും സാധാരണക്കാരനായിരുന്നു ഇത്തരത്തിൽ പെരുമാറിയതെങ്കിൽ തീർച്ചയായും വലിയ തുക തന്നെ ഇവർ പിഴയായി അടപ്പിക്കുമായിരുന്നു, വലിയ നിയമ നടപടികൾക്ക് ഇവരെ വിധേയരാക്കുമായിരുന്നു. എന്നാൽ ഇവിടെ മേയറും MLAയും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇതെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യം ഇവർ ചെയ്തിട്ട് പോലും അത്തരത്തിൽ, അതായത് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇവർക്കെതിരെ യാതൊരു നടപടികളും കൈക്കൊള്ളാതിരുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും KSRTC ബസ്സിന് കുറുകെ മേയറുടെ വാഹനം കൊണ്ടുവന്നിട്ടത് തന്നെ, റോഡിൽ സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ടത് തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ്, നിയമലംഘനമാണ്. ഓവർ സ്പീഡിലായിരുന്നു മേയറുടെ വാഹനം. അതായത് റോഡിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന KSRTC ബസ്സിനെ മറികടന്നുകൊണ്ട് ഇവർ ആ ബസ്സിന് കുറുകെ കൊണ്ടുവന്ന് വാഹനം ഇടണമെന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം വലിയ സ്പീഡിൽ തന്നെ വരണം. ഓവർ സ്പീഡിന് ഇവർക്കെതിരെ MVD ഇതുവരെയും കേസ് ചാർജ് ചെയ്തിട്ടില്ല. സീബ്ര ലൈനിൽ വണ്ടി കുറുകെ കൊണ്ടുവന്നിട്ട് KSRTC ബസ് തടഞ്ഞതിന് ഇതുവരെയും മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിട്ടില്ല. KSRTC ബസ്സിന്റെ ട്രിപ്പ് മുടക്കുകയും ഡ്രൈവറുടെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുകയും ചെയ്തു എന്നുള്ള ആ ഒരു കേസിലും ഇവർക്കെതിരെ ഇതുവരെയും പോലീസ് നടപടി കൈക്കൊണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ജനപ്രതിനിധികളെ രക്ഷിച്ചു വിടുവാൻ വേണ്ടി പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെയുള്ള അനുബന്ധ വകുപ്പുകൾ ഒത്താശ ചെയ്ത് കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. യദു എന്ന് പറയുന്ന KSRTC ബസ്സിലെ ഒരു സാധാരണ താൽക്കാലിക ജീവനക്കാരനെ പൂട്ടുവാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പും പോലീസും അധികാര കേന്ദ്രങ്ങളിൽ പിടിപാടുള്ള അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന MLAയ്ക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഒത്താശ പാടുന്നു, ഓശാന പാടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതീവ ഗുരുതരമായ ഈ കുറ്റകൃത്യം ചെയ്ത മേയർ ആര്യ രാജേന്ദ്രനെതിരെയും MLA സച്ചിൻ ദേവിനെതിരെയും MVDയും അനുബന്ധ വകുപ്പുകളും ഉണർന്നു പ്രവർത്തിക്കുമെന്നും അവർക്കെതിരെ ഗുരുതരമായ ഈ കുറ്റകൃത്യത്തിന് നിയമത്തിൽ അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ കൈക്കൊള്ളുമെന്നും പ്രതീക്ഷിക്കാം. അത് എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് സംശയകരമാണ്. എങ്കിലും സാധാരണ ജനം എന്ന രീതിയിൽ നമുക്ക് അത്തരത്തിൽ പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.